നോ ജാതിപ്പണി, നോ മതപ്പണി, നോ പാർട്ടിപ്പണി. അല്ല, അങ്ങേക്ക് ഭീഷണി ഉണ്ടാവാറുണ്ടോ ഈ അങ്ങയുടെ നിലപാടിൽ മൊത്തത്തിൽ? ഈ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഈ മതവാദികൾ ഒരു ഭിന്നത ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തിരുവനന്തപുരത്തൊക്കെ ഇത്രയും വലിയ നിരീശ്വരവാദ സമ്മേളനം ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള നമ്മളാവും. അതിന് ലക്ഷ്യം എന്തായിരുന്നു? ശാസ്ത്രബോധം വളർത്തുക. അതെ, 51AH എന്നുള്ളതായിരുന്നു. 51AH സ്വതന്ത്ര ചിന്ത, നിരീശ്വരവാദം, ശാസ്ത്രബോധം വളർത്തുക, ഇതൊക്കെ തന്നെയാണ്. നമസ്കാരം. ഈ വരുന്ന ഒക്ടോബർ മാസം 12-ാം തീയതി കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ വെച്ച് ലിറ്റ്മസിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. ഒരുപക്ഷെ പണ്ടൊക്കെ ലിറ്റ്മസ് എന്ന് കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവുമായിരുന്നില്ല, യുക്തിവാദികളെന്ന് മാത്രമേ കേട്ടിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ശാസ്ത്രബോധമുള്ള സ്വതന്ത്ര ചിന്തയുള്ള മനുഷ്യരുടെയൊക്കെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് ലിറ്റ്മസ്. ഓരോ വർഷവും ലിറ്റ്മസിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഇക്കുറി കോഴിക്കോട് നടക്കുന്ന ലിറ്റ്മസിൻ്റെ ചരിത്രം, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അതിൻ്റെ പ്രധാന സംഘാടകനായ സി രവിചന്ദ്രൻ വ്യക്തമാക്കുന്നു. നമസ്കാരം. ഈ ലിറ്റ്മസ് കോഴിക്കോടാണ്. അത് എന്നാണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയാം? ഒക്ടോബർ 12-ാം തീയതിയാണ്. ഇത് 5ാമത്തെ ലിറ്റ്മസ് ആണ്. 5ാമത്തെയാണ്. 2019 ഇതേ സെൻറ്ററിൽ ഒരു ലിറ്റ്മസ് നടന്നിട്ടുള്ളതാണ്, കാലിക്കറ്റ് ആർട്സ് ട്രേഡ് സെൻറ്ററിൽ. ഇത് എസൻസ് ഗ്ലോബലിൻ്റെ വാർഷിക മീറ്റായിട്ടാണ് നടത്തുന്നത്. ലിറ്റ്മസ് എന്ന് പറയുന്ന ഒരു എന്താണ്, കെമിസ്ട്രിയിൽ നമ്മളറിയാമല്ലോ, ആസിഡാണോ സത്യമേത് വസ്തുതയേതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് നടത്തിയ 2019 അന്ന് ഈ ഹോളിൻ്റെ തന്നെ പകുതി മാത്രമേ നമുക്ക് പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഏതാണ്ട് 7,000-ഓളം ആളുകൾ അന്ന് പങ്കെടുത്തു. അന്ന് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് 1,500 പേര് പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. ഈ സാധാരണ ഒരു നിരീശ്വരവാദ സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിങ്ങൾ തന്നെ പറയാറുള്ള 4-3-7 പേരെ അല്ലേ? നിരീശ്വരവാദ സമ്മേളനം, ഗാന്ധിയൻ സമ്മേളനം, മദ്യനിരോധനം. പക്ഷേ ഈ മദ്യനിരോധനത്തിനും ഗാന്ധിയനും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവരെ ആരും ജനങ്ങൾ അവരോട് വലിയ താല്പര്യമില്ലെങ്കിൽ ഇവർ പറയുന്നത് ബഹുമാനമുണ്ട്, തെറ്റാണെന്നുള്ളൊരു വാദമില്ല. നിരീശ്വരവാദികളെ കുറിച്ച് അങ്ങനെയല്ല. നിരീശ്വരവാദികളെ കുറിച്ച് ഇത് ഇല്ലാന്ന് മാത്രമല്ല, ഇവർ പറയുന്ന ഇവന്മാര് മഹാ പ്രശ്നമാണ് എന്ന കൂടി അങ്ങനെ ഒരു എതിർപ്പ് കൂടിയുണ്ട്. 7,000 പേര് അതിൽ പങ്കെടുത്തു. യെസ്, പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കോവിഡ് കാലം 2 വർഷം നടന്നില്ല. പിന്നെ 2022 നമ്മൾ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ, തിരുവനന്തപുരത്ത് അല്ല, എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആയിരുന്നു ലിറ്റ്മസ്. അത് ആ സ്റ്റേഡിയം പിന്നെ ബാൽക്കണി എല്ലാം നിറഞ്ഞു. ശരി, അതിന്റെ യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും. 23 നിശാഗന്ധിയിൽ തിരിച്ചു വന്നു. ആദ്യത്തെ നിശാഗന്ധിയിലായിരുന്നു. 23 നിശാഗന്ധിയിൽ തിരിച്ചു വന്നു. അതിനകത്താണ് മറ്റേ അനിൽകുമാറിന്റെ ഒരു വിവാദ പരാമർശമൊക്കെ ഉണ്ടായില്ല. ആദ്യത്തെ 2018 അത് നിശാഗന്ധി. 19 കോഴിക്കോട്. 20-21 നടന്നില്ല. 22 രാജീവ് എറണാകുളം. വീണ്ടും തിരിച്ച് കോഴിക്കോട് വരും. അപ്പൊ ഇത് ആദ്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ആദ്യത്തിൽ ഒരു 3,000 ഉണ്ടാവും. കാരണം അവർ ആ ഈ 3,000-ലേക്ക് എത്താനും സാധാരണ രീതിക്ക് അങ്ങനെ എത്താറില്ല. ഇത് എങ്ങനെ അതിലേക്ക് എത്തിച്ചത്? അത് ആദ്യത്തെ നടന്നു, പിന്നീട് അത് ആക്ച്വലി നമുക്ക് തന്നെ ഒരു ബോധ്യമില്ലാത്തൊരു കാര്യം സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തിയായിരുന്നു. നമ്മൾ ആദ്യം ഈ എസൻസ് ഗ്ലോബലിന്റെ വാർഷിക മീറ്റായിട്ട് ലിറ്റ്മസ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം ഒക്കെ നമ്മൾ ഈ കോഓപ്പറേറ്റീവ് ബാങ്ക് കോബാൻ ടവർ അവിടെയാണ്. അത് ഒരു 350-400 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോളാണ്. അതിനകത്തൊക്കെയുള്ള മാക്സിമം അത്രേ വരൂ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൂ. ഇപ്പം നിരീശ്വരവാദികളുടെ സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിറയ്ക്കണം, അല്ല അത്രയും ഒരാൾ വേണം എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മളത് ഓൺലൈൻ രജിസ്ട്രേഷൻ കൊടുക്കുന്നു. നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടുള്ള പ്രചരണ പരിപാടികൾ തുടങ്ങുന്നു. അപ്പോഴാണ് കാണുന്നത് ഒരു ദിവസമൊക്കെ 20 രജിസ്ട്രേഷൻ, 15 രജിസ്ട്രേഷൻ, 30 രജിസ്ട്രേഷനൊക്കെ ഇങ്ങോട്ട് വരുന്നു. നമ്മളാലേക്ക് ഇത് കയറി പോകുമല്ലോ. ഈ 300 ഫീസ് അടച്ച് തന്നെ. അന്ന് തൊട്ടേ നമ്മൾ 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ആഹാരത്തിന് ഉച്ചയ്ക്ക് ബിരിയാണി എന്തെങ്കിലും അങ്ങനെയൊക്കെ കൊടുക്കുക. അല്ല 150 രൂപ അതിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. അത് വേറെയാണ്. 300 പ്ലസ് 150. അത്രേ ഉള്ളൂ. അപ്പം രജിസ്ട്രേഷൻ്റെ ഒരു വലിയ ഇതായപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഈ ഹോള് പോരാ. നമ്മൾ ഉടനെ ആലോചിച്ച് എന്ത് കിട്ടുമെന്ന്. അങ്ങനെ AK സെൻറ്ററിൽ നോക്കുന്നു, അവരുടെ ഒരു ഹോളുണ്ട്. അവർ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിയിട്ട് അവസാനം ഇവിടെ അങ്ങ് കിട്ടുന്നില്ല. നമ്മളുടെ രജിസ്ട്രേഷൻ തന്നെ 500-ന് അപ്പുറമാവുന്നു. അപ്പം ഒരു 1000 പേര് അല്ലെ 1500 പേരെങ്കിലും ഇരിക്കുന്ന ഒരു ഹോള് തന്നെ വേണം. അതൊന്നും അടുത്തൊന്നും ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ നിശാഗന്ധി പോയി.
പിന്നെ അവിടെ നോക്കി വേണം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. നോക്കണം ഇത് ഇത്രയും പേരെ നിറയ്ക്കാനെന്ന് നമ്മൾ വെച്ചാൽ പകുതി എടുക്കാമെന്നൊക്കെയാണ് ആദ്യം കരുതിയത്. പക്ഷേ ഭയങ്കര ജനമായിരുന്നു. ഞങ്ങൾ അന്ന് രജിസ്ട്രേഷൻ ഇല്ലാത്തവരെ അനുവദിച്ചോ? രജിസ്ട്രേഷൻ അന്ന് രജിസ്ട്രേഷൻ തന്നെ 1350 പേര് രജിസ്റ്റർ ചെയ്തു ഓൺലൈനായിട്ട്. പിന്നെ അതെ ഓൺലൈൻ, ഓഫ്ലൈൻ അവിടെ വന്ന് രാവിലെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നവരും പിന്നെ അവിടെ പുറത്തുനിന്ന് വന്നവരും എല്ലാം കൂടെ ഒരു 3000 ആളുകൾ. അതങ്ങനെയാണ് അത്ര ഒരു പബ്ലിസിറ്റി കിട്ടാൻ കാരണം എന്താണ്? അങ്ങ് ഞാൻ ചോദിക്കട്ടെ, അങ്ങ് എന്ന് മുതലാണ് സജീവമായിട്ട് രംഗത്ത് വരുന്നത് ഈ എസൻസ് എന്നുള്ള ആശയവുമായി? എസൻസ് എന്നുള്ള ആശയം ഞാൻ ആദ്യത്തെ പുസ്തകത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞു 2009 ഇറങ്ങി. 2009 അത് കഴിഞ്ഞിട്ട് അങ്ങ് പ്രഭാഷണം, അതില് ഞാൻ അതിനുശേഷം പ്രഭാഷണങ്ങൾ നടത്തുന്നത് 2013 വരെ ചെറുതായിട്ട് തുടർന്നു. പല പല വേദികള്, ഉദാഹരണമായിട്ട് വായനശാലകള്, കോളേജുകള്, ഈ യുക്തിവാദി സംഘം, പരിഷത്ത്, സയൻസ് ട്രസ്റ്റ്, മാനവിക വേദി, അങ്ങനെ പല പല ആളുകളുടെ സ്ഥലങ്ങളിൽ പോകുന്നു, പ്രഭാഷണം നടത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 ശരിക്കും ഞാൻ ഈ എസൻസ് എന്നുള്ള ഒരു സംഗതി ഓൺലൈനായിട്ട് എൻ്റെ നാസീനായ ദൈവത്തിൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ റീഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പ് വെച്ച് നമ്മൾ എസൻസ് എന്നൊരു ആശയത്തിലെത്തുന്നു. അതായത് എസൻഷ്യലിസം എന്ന് പറയുന്നൊരു ആശയമുണ്ട്. അതായത് ഒരു സത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു മുന്തിരിക്കുള്ളിലോ കുരു അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും ഒരു സത്തായിട്ടുള്ള സാധനം. അത് വെച്ചാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്ത് അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് എന്നുള്ള രീതിയിലാണ് ദൈവവിശ്വാസത്തിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഈ എസൻഷ്യലിസത്തിന് വിരുദ്ധമായിട്ട് അതിനകത്തെ അവസാനത്തെ സ്പെല്ലിങ് മാറ്റിയിട്ട് SENSE സെൻസ് എന്നുള്ള സാധനം അതിനകത്ത് കൊടുത്താണ് ഞാനത് എസെൻസ് എന്നുള്ളൊരു പ്രത്യേക രീതിയിലാണ് എഴുതുന്നത്. ES കഴിഞ്ഞിട്ട് SENSE എന്നുള്ളത് വലിയ അക്ഷരത്തിലാണ് എഴുതുന്നത്. അങ്ങനെ ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യുന്നു. ആ ക്ലബിലുള്ള ആ ഗ്രൂപ്പിലുള്ള ആളുകളെ കൊണ്ട് തന്നെ ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യിക്കുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. എസൻസ് ക്ലബ്ബ് എന്നായിരുന്നു ആദ്യത്തെ പേര്. അങ്ങനെ എസൻഷ്യ എന്ന് പറഞ്ഞൊരു ലക്ഷ്യം എന്തായിരുന്നു? ശാസ്ത്രബോധം വളർത്തുക. അതെ, 51AH എന്നുള്ളതായിരുന്നു. 51AH സ്വതന്ത്ര ചിന്ത, നിരീശ്വരവാദം, ശാസ്ത്രബോധം വളർത്തുക, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പം 2016 മുതൽ അങ്ങനെയായിരുന്നു. 2017 എസൻഷ്യ എന്നൊരു പരിപാടി അവിടെ ടൗൺ ഹാളിൽ എറണാകുളത്ത് നടത്തി. അതിനുശേഷം ആണ് അവിടെ ഈ ക്ലബ്ബ്, എസൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 7 പേരെയാണ് രജിസ്റ്റർ ചെയ്യാൻ വിട്ടത്. അവർക്കിടയിലുള്ള ചില ഈ സംഘടനകൾ, ഈ സൈഡ് സീറ്റിലിരിക്കാനുള്ള മത്സരം, ഡ്രൈവേഴ്സ് സീറ്റിലിരിക്കാനുള്ള മത്സരം, ഇങ്ങനെയൊക്കെയുള്ള സംഗതി. അതിന്റെ ഭാരവാഹിത്വം എടുത്തില്ല? ഞാൻ ഭാരവാഹി അല്ലല്ലോ. അല്ല, ട്രസ്റ്റിലും ഇല്ല? ഇല്ല, ഒന്നിലുമില്ല. ഒന്നുമില്ല, ഇന്നുമില്ല. അപ്പം അതിനുശേഷം കുറച്ച് പേര് ചേർന്ന് തുടങ്ങിയതാണ് ഈ എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സാധനം. എസൻസ് ക്ലബ്ബ്, എസൻസ് ഗ്ലോബൽ. പിന്നെ അത് കഴിഞ്ഞ് പലരും പല എസൻസ് എന്ന് പേരിട്ട് പലരും ഒരു 3 എസൻസ് രജിസ്റ്റർ ചെയ്ത ആളുകളൊക്കെ സ്വന്തം പേരിലുള്ള ആളുകളൊക്കെ ഉണ്ട്. ചുമ്മാ അങ്ങനെ അവരൊന്നും പരിപാടികൾ നടത്തുന്നില്ലേ? ഇല്ല, എസൻസ് കഞ്ഞിക്കുഴി, എസൻസ് കൂത്താട്ടുകുളം എന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തവരൊക്കെ ഉണ്ട്. പക്ഷേ ആ എസൻസ് എന്നുള്ള സാധനം എല്ലാവരും ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്തു. ആ ഒരു പേരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ചേർന്ന് നിൽക്കാനും ആളുകൾക്ക് താല്പര്യം വരുന്നത് മനസ്സിലായി. അല്ലെങ്കിൽ ഞങ്ങൾ പഴയ എസൻസ് ആണ്, ഞങ്ങളെ പണ്ട് അവിടെ ഉണ്ടായിരുന്നതെന്നൊക്കെ ഭയങ്കര അഭിമാനബോധത്തോടെയാണ് ആളുകൾ പറയുന്നത്. അത് എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും അങ്ങനെ പറയുന്നൊരു അവസ്ഥ ഉണ്ടായി. പിന്നെ 2018 മുതലുള്ള എസൻസ് ഗ്ലോബൽ എന്നുള്ള സംഗതിയാണ് ശരിക്കും ഈ ലിറ്റ്മസ് സംഘടിപ്പിച്ചത്. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ. എന്താണ് എസൻസിന്റെ പ്രവർത്തനങ്ങൾ പൊതുവെ? വാർഷിക സമ്മേളനം അല്ലാതെ എന്താണ്? വാർഷിക സമ്മേളനം അല്ലാതെ ഒരു വർഷം തന്നെ നമ്മൾ എല്ലാ ജില്ലകളിലും, എല്ലാ ജില്ലാ കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി അല്ല ജില്ലകളിലും പ്രകടനം. കാസർഗോഡ് തൊട്ട് പോകാറുണ്ടോ? ഞാൻ മിക്കവാറും എല്ലാത്തിനും പോകുന്നുണ്ട്. അങ്ങനെ അവർ ചെറിയ പ്രോഗ്രാം സംഘടിപ്പിക്കും. ചെറുതല്ല, ചില പ്രോഗ്രാമൊക്കെ വളരെ വലുതാണ്. 1000 പേരൊക്കെ ഉള്ള പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. 500, 1000, 300 അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് സെമിനാറുകൾ, ഒരു ദിവസം മുഴുവൻ നീളുന്ന സെമിനാറുകൾ, സംവാദങ്ങൾ, ഇതുമായിട്ട്. അത് ചില വർഷങ്ങളിലൊക്കെ 50-60 പരിപാടികളൊക്കെ ഒരു വർഷം നടത്തും. പിന്നെ ഇതിന്റെ വീഡിയോസ് കൊണ്ടുവന്ന് യൂട്യൂബിലിടും. ന്യൂറോൺസ് എന്ന് പറയുന്ന ചാനലുണ്ട്, എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന ചാനലുണ്ട്. അതിനകത്ത് കിട്ടുന്ന വരുമാനമാണ് നമ്മൾ പരിപാടികൾക്ക്. പിന്നെ ആളുകൾ കൊടുക്കുന്ന എന്തെങ്കിലും സംഭാവനകൾ. നമ്മളിപ്പോൾ ഈ നികുതി 5 വർഷത്തേക്ക് റിബേറ്റ് ഒക്കെ വളരെ ഓഡിറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇൻകം അടിസ്ഥാനപരമായി ശാസ്ത്രബോധം വളർത്തുക, ഈ പറയുന്ന നിരീക്ഷണത്തിന് വളർത്തുക, സ്വതന്ത്ര ചിന്ത വളർത്തുക, ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വിവിധ പരിപാടികൾ. അതിനപ്പുറത്തേക്കൊരു വേറെ ഒരു പൊളിറ്റിക്കലായിട്ടില്ല, കക്ഷി രാഷ്ട്രീയം നമുക്കില്ല. നമ്മളുടെ ഒരു ഇത് തന്നെ എന്താണ് പറയുന്നത്, നോ ജാതിപ്പണി,
നോ മതപ്പണി, നോ പാർട്ടി പണി. ജാതിക്ക് വേണ്ടി പണി നടത്താതിരിക്കുക. എസൻസിൽ അംഗത്വം എടുക്കണം എന്താ യോഗ്യത? എസൻസിൽ അംഗത്വം പലരും ചോദിക്കാറുണ്ട്, എസൻസിൽ എങ്ങനെ അംഗത്വം എടുക്കാമെന്ന്. എസൻസിൽ ബേസിക്കലി അങ്ങനെ ഒരു കൂട്ടായ്മ അല്ലത്. അംഗത്വം, രസീത്, ഓഫീസ്, ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ വെച്ച് സമ്മേളനമൊക്കെ നടത്തുമെങ്കിലും നമ്മളുടെ അംഗങ്ങളുടെ എണ്ണമൊക്കെ ആക്ച്വലി ഒരു 7 പേര് 8 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് അംഗങ്ങളുടെ ഒരു ചെറിയ ഒരു ആയിരക്കണക്കിന് ആളുകളുടെ അംഗത്വം ഉണ്ട്. ഇതേപോലെ പാർട്ടി അംഗത്വം പോലെ ഒരു സംഗതി അല്ല. അങ്ങനെ അംഗത്വ വരി അങ്ങനെ ഒരു സംഗതി ഇതുവരെ ആയിട്ടുമില്ല. അപ്പോൾ കോഴിക്കോട് സമ്മേളനം എങ്ങനെ പോകുന്നു, അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയും? കോഴിക്കോട് ദ ബെസ്റ്റ് എവർ ലിറ്റ്മസ് എന്നുള്ളതാണ്. അത് രാവിലെ എത്ര പേർക്ക് ഇരിക്കുന്ന ഹാളാണ്? അത് 10,000 പേർക്ക് അവിടെ ഇരിക്കും. 10,000 പേർക്ക് ഇരിക്കും. രജിസ്ട്രേഷനൊക്കെ ഏകദേശമായി വരുന്നു. രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ ഇനി പീക്ക് ചെയ്യത്തുള്ളൂ. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം 2 മാസം മുന്നേ രജിസ്ട്രേഷൻ തുടങ്ങും. അപ്പോൾ ഓരോ ദിവസമായിട്ട് രജിസ്ട്രേഷൻ വരും. ഇപ്പോൾ ഇനി ഒരു 17 ദിവസമുണ്ട്. ഇപ്പോൾ വി ആർ വെരി കോൺഫിഡൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തിയ ലിറ്റ്മസിനേക്കാൾ മികച്ച ലിറ്റ്മസ് നടത്താനായിട്ടുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. ഈ രജിസ്ട്രേഷൻ അല്ലാത്തവരെ കേട്ടതില്ല? അങ്ങനെയൊന്നുമില്ല. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഹോൾ വാടകയും സ്റ്റേജും എല്ലാം കൂടെ തന്നെ ഒരു 10-12 ലക്ഷം രൂപയാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറെ സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് രജിസ്ട്രേഷൻ്റെ ഫീയും അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഹോൾ വാടക, മറ്റേ സ്റ്റേജ്, മറ്റു കാര്യങ്ങൾ. ഇതൊരു വേറെ സോഴ്സ് ഒന്നും ഇല്ലല്ലോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രേഷൻ ഫീ വെക്കുന്നു. പിന്നെ രജിസ്റ്റേർഡ് ചെയ്യാത്ത ഒരാളവിടെ വരികയാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരുപാട് സ്പോൺസേഡ് ടിക്കറ്റ് ഉണ്ട്. ലൈക്ക് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ടിക്കറ്റ് വേറെ ആളുകൾ ഈ വിദേശത്തൊക്കെ ഉള്ള ബ്രിട്ടനിലൊക്കെ ഉള്ള ആളുകൾ സ്പോൺസർ ചെയ്യും. ഞാനൊരു 10 ടിക്കറ്റ് സ്പോൺസർ ചെയ്തേക്കാം, 450 രൂപ, 4,500 രൂപ. അപ്പോൾ അവർ അത്രയും സ്പോൺസർ ചെയ്യുമ്പോൾ ആ ടിക്കറ്റ് അവൈലബിൾ ആകും, വിദ്യാർത്ഥികൾക്ക് അത് കൊടുക്കും. അപ്പോൾ ഒന്നും ഫ്രീ ആയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല, അവർക്ക് വരികയും ചെയ്യാം, അവർക്ക് ഭക്ഷണം കഴിച്ച് പരിപാടി കാണുകയും ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല, അത് സ്പോൺസർ. അങ്ങനെ സ്പോൺസർ ടിക്കറ്റ് വെച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ളവരെയൊക്കെ നമ്മളങ്ങനെ പരിഗണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സാമ്പത്തിക പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. 2019 ലിറ്റ്മസ് ഭയങ്കര നഷ്ടമായിരുന്നു. അതുകൊണ്ട് 10 ലക്ഷം രൂപയോളം നഷ്ടം വന്നു ഭയങ്കരമായിട്ട്. പിന്നെ രണ്ടാമതും ഞങ്ങൾ പിരിവൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. 2022 ലിറ്റ്മസ് ആണ് ശരിക്കും നഷ്ടമില്ലാത്ത ലിറ്റ്മസ്. കഴിഞ്ഞ ലിറ്റ്മസും നഷ്ടമില്ലായിരുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയില്ല. വേറെ സ്പോൺസേഴ്സ് നിങ്ങൾ എടുക്കുന്നില്ല, കമ്പനികളെ, സ്ഥാപനങ്ങളൊന്നും? സ്പോൺസേഴ്സ് ഇടയ്ക്ക് ചില 1-2 ഒക്കെ വന്നിട്ടുണ്ട്. എന്തോ ഒരു ഹോസ്പിറ്റൽ വന്നിരുന്നു, എറണാകുളത്തെ ലിറ്റ്മസിന് ഒരു ഹോസ്പിറ്റൽ വന്നിരുന്നു. എടുക്കും, അങ്ങനെ വന്നാൽ എടുക്കും. അത് അവരാണ് തീരുമാനിക്കുന്നത്, ഞാനത് ശ്രദ്ധിക്കാറില്ല അത്രയും കാര്യം. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ടീം വന്നിരുന്നു, അവരെന്തോ ഇത്രയും കണ്ടൊരു തുക തന്നിട്ട് അവരൊരു ഡെമോയൊക്കെ അവിടെ കാണിച്ചിരുന്നു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. ഇതെങ്ങനെ ലിറ്റ്മസിൻ്റെ രീതി പറഞ്ഞു ഒരു ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 8:47 തുടങ്ങും രാവിലെ. 9 മണി അല്ല 8:47 എന്ന് പറഞ്ഞാൽ മുന്നേ ഞങ്ങളുടെ ലിറ്റ്മസ് ടു ലിറ്റ്മസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കഴിഞ്ഞ ഒരു വർഷം എസൻസ് ഗ്ലോബൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു വീഡിയോ ഇതുണ്ട്, 5 മിനിറ്റ് കാണിക്കും. എന്നിട്ട് അതിനുശേഷം പ്രസിഡന്റ് കയറി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സംസാരിക്കും. പിന്നെ അപ്പോൾ 9 മണിയാവും. 9 മണിയാകുമ്പോൾ തന്നെ കൃത്യമായിട്ട് ജെയിംസ് കുരിക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു അമേരിക്കനിലെ ഒരു എസൻസ് ഗ്ലോബൽ, അമേരിക്കയിൽ എസൻസ് ഗ്ലോബൽ കാനഡയിലൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രഭാഷണം തുടങ്ങുന്നത് പിന്നെ ചെപ്പ് കിലുക്കണ പുണ്യാള, എന്താണ് ചെപ്പ് കിലുക്കണ പുണ്യാള, പുണ്യാളൽ ബിസിനസ് ഉണ്ടല്ലോ നിങ്ങളുടെ ഫേവറേറ്റ് അൽഫോൺസാമ, സെൻറ്റ് ജോർജ്, ഇതിനെയൊക്കെ ഒരു അലക്കാണ് ആദ്യത്തെ പരിപാടി. അവിടെ വെച്ചിവിടെ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 പ്രസൻറ്റേഷൻ, സംവാദങ്ങൾ, ഗ്രൂപ്പ് ഡിസ്കഷൻ. സംവാദം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സംവാദത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരു ഇസ്ലാമിസ്റ്റുമായിട്ടൊരു സംവാദത്തിൽ. പിന്നെ ഹിന്ദുത്വ ഒരു സംവാദമുണ്ട്, അത് മറ്റേ ഹിന്ദുത്വത്തെ പ്രതികരിച്ച് വരുന്നത് അല്ലല്ല ശങ്കുട്ടി ദാസ്. പിന്നെ അതിനെതിരെ ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വിഷയങ്ങളിലും ഓപ്പൺ ക്ലിനിക്കുണ്ട്. നിങ്ങളുടെ ഇതേ കണക്കുള്ള ജൈവ കൃഷിക്കാരെ അവരെല്ലാം കൂടെ വെച്ചുകൊണ്ട് പരസ്യമായി ഞങ്ങളുടെ ചോദ്യം, എസൻസിൻ്റെ ഒരു പാനലുണ്ട്, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, മികച്ച ചോദ്യത്തിന് സമ്മാനം എന്നുള്ളത് ഓപ്പൺ ട്രയലാണ്. പിന്നെ ബ്ലാസ്ഫമി ടൈം, മതനിന്ദ മഹത് ചിന്ത, മതങ്ങളെ നിന്ദിക്കുക എന്നുള്ളതാണ് ഒരു കുറ്റമല്ല, അതൊരു മഹത്തരമായ ചിന്ത എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മതസംശയങ്ങൾ ചോദിക്കാൻ ഒരു സെഷനുണ്ട്. പിന്നെ ജീനോൺ എന്ന് പറയുന്നൊരു സെഷനുണ്ട്. അതിൽ നിങ്ങൾക്ക് പരസ്യമായിട്ട് ഞങ്ങളുടെ പാനലിനെ പരിണാമം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചോദ്യം ചെയ്യാം. പിന്നെ ഒരു പാനലുണ്ട്
ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ആരുണ്ടാക്കി, ഇതെല്ലാം വെറുതെ ഉണ്ടാകുമോ, ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞോ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇതൊക്കെ എങ്ങനെ വരുന്നു, ഉത്ഭവം എന്ത്, ഒറിജിൻ എന്ത്, ഇത് നമ്മളെ അസ്ട്രോഫിസിക്സ്, ഫിലോസഫി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് ഒറിജിൻ. പിന്നെ മൊത്തം ഒന്നിന് പുറമെ ഒന്നായിട്ട് പിന്നെ ഒരു അവാർഡ് സെഷനുണ്ട്. നമ്മൾ കുറേ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ സ്വാതന്ത്ര്യചിന്തയും നിരീശ്വരവാദത്തിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡുണ്ട്. അത് കുരിപ്പുഴ ശ്രീകുമാറിനാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് 40,000 റുപ്പീസും ഒരു എസൻസിൻ്റെ ഒരു മെഡാലിയനും ഉള്ളൊരു അവാർഡാണ്. പിന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രീ തിങ്കർ ഓഫ് ദ ഇയർ ഉണ്ട്. അത് എസൻസിൽ തന്നെ ഒരു ആളാണ്, ഒരു ചന്ദ്രശേഖർ എന്ന് പറയുന്ന വിഷയമാണ്. പിന്നെ യങ് ഫ്രീ തിങ്കേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്രാവശ്യം വയനാട്ടിൽ അവിടെ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് എസൻസിൻ്റെ ഒരു ചെറിയൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മളെ ടീം വർക്ക് ചെയ്ത് ഒരു 2 ആഴ്ചയിലധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു യാസിൻ എന്ന് പറയുന്നൊരു, പിന്നെ അതുപോലെ അഷ്റഫ് അലി റിപ്പൺ, ഇവർ 2 പേർക്കും കസ്റ്റോഡിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നൊരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അതും ഒരു 25,000 റുപ്പീസും അതിൻ്റെ മെഡാലിയനുമാണ്. അപ്പോൾ മൊത്തം 6 അവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങൊരു സംവാദത്തിൽ പങ്കെടുക്കുന്നു. പ്രഭാഷണം ഉണ്ടോ അങ്ങയുടെ? ഇല്ല, സംവാദത്തിൽ ഒരു 2 മണിക്കൂറോളം വരുന്നൊരു സംവാദം. അത്രേ ഉള്ളൂ. ബാക്കി കേൾവിക്കാരനായിരിക്കും. തീർച്ചയായിട്ടും, എല്ലായ്പ്പോഴും. ഇപ്പോൾ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഇതൊരു ഈ മതവാദികൾ ഒരു ഭിന്നത ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടെ ഏറ്റവും ഡള്ളായിട്ടുള്ള ഏരിയ തെക്കോട്ട് വരുമ്പോഴാണ് ഇക്കാര്യത്തിൽ. നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ തിരുവനന്തപുരത്തൊക്കെ ഇത്രയും വലിയ നിരീശ്വരവാദ സമ്മേളനം ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രം, ലോകത്തിൻ്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള നമ്മളാവും. ഈ തിരുവനന്തപുരം, കൊല്ലം ഇങ്ങനെയൊക്കെയുള്ള പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകളൊക്കെ അവർക്ക് ഈ ഇവിടെ മതത്തിൻ്റെ ഞെരുക്കൽ കുറവാണ്. അതുകൊണ്ട് തന്നെ മതനിഷേധവും കുറവാണ്. ഈ നിങ്ങൾ മലബാർ സൈഡിലേക്ക് പോകുമ്പോൾ മതത്തോട് ശരിക്കും ഹോസ്റ്റലായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ മതം അവിടെ കൂടുതൽ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ ഈ മതത്തിൽ നിന്നുള്ള കുതറിമാറലും പ്രതിഷേധവും കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ മലബാർ റീജിയൻ. നമ്മളിപ്പോൾ ഒരു പരിപാടി നടത്തിയില്ല, ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞൊരു പരിപാടി. ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ഉപയോഗിക്കാതെ, രക്തം ചിന്താതെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ ഉണ്ടായിരുന്നു, ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, നിഷാദ് കൈപ്പള്ളി ഉണ്ടായിരുന്നു. ഇവരെ 3 പേര് ഒരു വേദിയിൽ പോയിരിക്കും. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് ചോദ്യം. അത് കോഴിക്കോട് കടപ്പുറത്തായിരുന്നു അവസാനത്തെ പരിപാടി. ആളുകൾ ചോദ്യം ചോദിക്കും, അതിന് മറുപടി അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരിടത്ത് ഒരു ചോദ്യം ആയുർവേദം ശാസ്ത്രീയമോ എന്നുള്ളതായിരുന്നു. അന്നേരം കുറേ തൈലക്കാരൊക്കെ വന്ന് ആളുകളൊക്കെ വന്ന് ചോദിക്കുന്നു. വേറെ ഒരെണ്ണം ദൈവത്തെക്കുറിച്ചായിരുന്നു. അങ്ങനെ 4 ബ്രെയിൻ സർജറികൾ നമ്മൾ നടത്തിയിട്ടാണ് ലിറ്റ്മസിലേക്ക് പോകുന്നത്. ലിറ്റ്മസിൻ്റെ പരസ്യ പരിപാടികളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. നമ്മൾ ഓരോ ദിവസവും 3-4 വീഡിയോസാണ് ഇറക്കുന്നത്. അപ്പം ഇത് സാധാരണ ഇതിൽ വളരെ അക്കാര്യത്തിൽ വളരെ പ്രൊഫഷണലും നമ്മുടെ ടീം വളരെ അതറിയാം. അല്ല, എനിക്കത് എതിർപ്പുകൾ ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞു ബ്രെയിൻ സർജറി നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് പരിപാടി നടത്തി പ്രശ്നമില്ലായിരുന്നു. പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടി തലേ ആഴ്ച വരെ ഇങ്ങനെ ഒരു സംഗതി ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി ഇല്ലെന്നേ പറയത്തുള്ളൂ, അല്ലേ? അല്ല, അങ്ങേക്ക് ഭീഷണി ഉണ്ടാവാറുണ്ടോ ഈ അങ്ങയുടെ നിലപാടിൽ മൊത്തത്തിൽ? ഭീഷണിക്ക് ഒരു പഞ്ഞവുമില്ല. ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ഞങ്ങളുടെ വീടിനടുത്തൊരു ക്ഷേത്രത്തിലെ മൈക്ക് ഭയങ്കരമായിട്ടുള്ള ഒച്ച, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒച്ച. അപ്പോൾ ഞാൻ എമർജൻസി 112 വിളിച്ച് പറഞ്ഞു. കാര്യം ഈ സുപ്രീം കോടതി നിയമമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് നിയമമുണ്ട്, കേന്ദ്ര നിയമമുണ്ട്. എപ്പോഴും ഇത് പറയുകയും ചെയ്യാറുണ്ട്. 5 വർഷം തടവും 1 ലക്ഷം രൂപ ശിക്ഷയുമാണ്, പിഴയാണ്. ആവർത്തിച്ചാൽ അതിനെ കൂടുതലുണ്ട്. ഇത് നടപ്പിലാക്കണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കലും നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, മറ്റു പല ആൾക്കാരും, ഓണാഘോഷക്കാരും എല്ലാം ഇത് ലംഘിച്ചുകൊണ്ട് പോലീസ് അവരുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു, ഇത് 10 ദിവസം ദശാവതാര ചാർത്തെന്ന് പറയുന്ന സാധനം, വീട്ടിൽ ഇരിക്കാൻ വയ്യ. ഞാൻ വിളിച്ചു പറഞ്ഞു, എസൻസ് ഗ്ലോബൽ അതിൻ്റെ ഒരു പരിപാടി ആക്ടിവിസം നടത്തുന്നുണ്ട്. അപ്പം പോലീസ് വന്നു, 2 വട്ടം വന്നു. അപ്പോൾ അവർ മൈക്ക് കുറച്ച് വെക്കും, പോലീസ് പോകുമ്പോൾ വീണ്ടും കയറ്റി വെക്കും, വീണ്ടും കുറച്ച് വെക്കും. അങ്ങനെ 3-4 ദിവസം അത് തടസ്സപ്പെട്ടു. മൈക്ക് കുറച്ച് വെക്കേണ്ടി വന്നു, അവിടെ പരിമിതപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ കുറേ ആളുകൾ 3-ാമത്തെ ദിവസം വീണ്ടും പോലീസ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു ലൈവ് അവിടുത്തെ കുറേ RSS ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ ആളുകൾ കൊണ്ടുവന്ന് ഇത് ലൈവ് ആക്കിയിട്ട് ക്ഷേത്ര വിശ്വാസികളുടെയൊക്കെ ചെന്ന് ലൈവ് നടത്തുന്നു. അവരെല്ലാം എന്നെ തെറി പറയുന്നു, ഇയാൾ വലിയ പ്രശ്നമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്, അതാണ് വേറെ എങ്ങും പ്രശ്നമില്ലയോ, മുസ്ലിങ്ങളുടെ അഴിക്കാൻ പോകുമോ, അതാണ്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതൊക്കെ എടുത്ത് ലൈവായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. അവിടെ വന്ന്
കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഉള്ള വിശ്വാസികൾ വന്ന് അടിക്കണം, ഇവനെ കർണത്തടിക്കണം, ഇവൻ്റെ ലൊക്കേഷൻ എന്താ, നിനക്കൊന്നും അവിടെ ആരോഗ്യമില്ലേടാ, ഇത്രയും നാണം കെട്ടവന്മാരാണോ നീയൊക്കെ, വീട്ടിൽ കയറി അടിക്കണമെന്നൊക്കെ പറയുന്നു. ഹിന്ദു ഐക്യവേദിക്കാർ പറയുന്നു ഞങ്ങൾ അയാളുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ പോവുകയാണ്, അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പറയുന്നു. അപ്പം ഈ അടുത്തിടെ വന്ന ഈ ഒരു 2 ആഴ്ച മുന്നേ ഉള്ളതാണ്. ഒരു 2000 കമൻറ്റുകളിൽ ഒരു 1300 1400 ഭീഷണികളാണ്. എൻ്റെ ലൈവിലൊക്കെ വന്ന് ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട്. ഈ അടുത്തിടെ ഒരു കമൻറ്റ് വന്നിട്ട് അമേരിക്കയിലൊക്കെ ഉള്ള ഒരുപാട് പേര് വന്നു സാറേ ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭീഷണികളും ഒക്കെ വാട്സപ്പിലും ഒന്നും ഗവനിക്കുന്നില്ല. ഇല്ല, എനിക്കങ്ങനെ നേരിട്ട് അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഈ പറയുന്നത് പോലെ അല്ല, നേരിട്ട് വരുമ്പോൾ ആളുകൾ ഒരു സ്നേഹവും ഒരു ഭയങ്കര അതാണ് എനിക്ക് എല്ലായിടത്തും തരും. പക്ഷെ ഞാൻ വെളിയിറങ്ങി കഴിഞ്ഞാൽ എന്നെ അത് മതം പലരും പറഞ്ഞ് ഞാൻ മുസ്ലിം വിരോധിയാന്ന് പറയാറുണ്ട്. എനിക്ക് അത്ര എന്തോ ഞാൻ കോഴിക്കോടോ കണ്ണൂരോ എവിടെ ചെന്നിറങ്ങിയാലും, ഞാൻ ഏത് സ്ഥലം മലപ്പുറത്ത് എവിടെ ചെന്നാലും മുസ്ലിം ആളുകളാണ് ഓട്ടോറിക്ഷക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പടം എടുക്കുന്നു, സംസാരിക്കുന്നു. സോഷ്യൽ മീഡിയ മാത്രമേ എക്സാക്ട്ലി ഇപ്പം ഈ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം നമ്മൾ ഈ വിമർശനത്തിൻ്റെ കാര്യത്തിൽ പന്തിഭേദമില്ല. അതാണ് നമ്മളൊരു പ്രത്യേകത. നമ്മളിപ്പോൾ ഇസ്ലാമിനെ ആയാലും ക്രിസ്ത്യാനിയെ ആയാലും വിമർശിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല, അത് ആ ഒരു നിയമം നമ്മൾ റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ റെഡ് ലൈൻ വി ആർ ഹാപ്പി ടു ക്രോസ് ദറ്റ് റെഡ് ലൈൻ, അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ കോഴിക്കോട് തന്നെ ഒരു 1000കണക്കിന് 10000കണക്കിന് ആളുകൾ അവിടെ, 1000കണക്കിന് എന്തായാലും വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഇവരെ അകറ്റാൻ ശ്രമിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നപ്പെട്ട ആളുകളല്ലേ വരുന്നത്. കോഴിക്കോടാണ് ഏറ്റവും വലിയ ലിറ്റ്മസിൻ്റെ വിജയം. ഇപ്പം യഥാർത്ഥത്തിൽ ഈ ചാപ്പയൊക്കെ അടിച്ച് തന്ന് നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്ന ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ട് ഡിവിഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർ ജാതിപരമായിട്ട് സവർണ അവർണ എന്ന് പറഞ്ഞ് ഡിവിഷൻ ഉണ്ടാക്കുക. എങ്ങനെയായാലും ഇത്തരം പ്രോസസ്സുകളെ, ഇത്തരം സ്വതന്ത്ര പ്രസ്ഥാനങ്ങളെ ഈ ഇത്തരത്തിലുള്ള വിഭജനങ്ങൾ ഉണ്ടാക്കി ക്ഷയിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ്. അതിന് അച്ചാരം വാങ്ങിച്ച് പോകുന്ന കുറേ പ്രോക്സികളുണ്ട്. അപ്പം അത് നമ്മൾ കാര്യമാക്കുന്നില്ല എന്നേ പറയാം. ബേസിക്കലി കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലം. വൈഫിന് ജോലിയുണ്ടോ? വൈഫ് കോളേജ് പ്രിൻസിപ്പളാണ്. അങ്ങ് കോളേജ് അധ്യാപകൻ തന്നെ? ഞാൻ കോളേജ് അധ്യാപകൻ. എവിടെയൊക്കെ പഠിപ്പിച്ചു? ഞാൻ ശരിക്കും ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിലായിരുന്നു, 11 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഗവൺമെൻറ് കോളേജ് മൂന്നാർ, യൂണിവേഴ്സിറ്റി കോളേജിൽ 10 കൊല്ലം ഉണ്ടായിരുന്നു, തിരുവനന്തപുരം വിമൻസ് കോളേജിൽ 4 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം ഈ കോളേജ് അധ്യാപകർക്ക് പോളിടെക്നിക്കിൽ പോയി പഠിപ്പിക്കുക, അങ്ങനെ ഒരു ബ്രിഡ്ജുണ്ട്. നമ്മൾ കോളേജ് അധ്യാപകനായിട്ട് തുടരും, പ്രൊമോഷനും മറ്റ് സർവീസ് റൂൾസും എല്ലാം ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആണ്. പക്ഷേ നമുക്ക് കോളേജിൽ ഈ പോളിയിൽ പോയി അവർക്ക് ഫസ്റ്റ് ഇയർ ഡിപ്ലോമയ്ക്ക് കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് 4 പേപ്പർ ജയിക്കണം ഈ പിള്ളേർക്ക്. ഇത് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ +2 ലെവലിലുള്ള ഇംഗ്ലീഷൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കോവിഡ് വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ ഞാനല്ലേ ഒരു 7 മണിക്കൂർ യാത്ര ചെയ്താണ് തിരുവനന്തപുരത്ത് വന്നുകൊണ്ടിരുന്നത്. ഇതാകുമ്പോൾ എനിക്ക് 7 മിനിറ്റ് മതി, വീട്ടിനടുത്താണ്. അപ്പോൾ കൊട്ടാരക്കര പൗത്രേശ്വരം എന്ന് പറയും, പൗത്രേശ്വരത്ത് വീടിനടുത്താണിത്. അപ്പോൾ ഞാൻ അവിടെ പോയി പഠിപ്പിക്കും. രാവിലെ 9 മണിക്ക് ഇറങ്ങിയാൽ മതി. കുട്ടികൾ എങ്ങനെയുണ്ട് പൊതുവെ? കുട്ടികൾ എൻ്റെ കുട്ടികൾ അത് തീർച്ചയായിട്ടും അത് വളരെ ഹോപ്പ്ലെസ് ആണ്, വളരെ ഹോപ്പ്ലെസ് ആണ്. ഐഡിയോളജിയുടെ പേരിൽ എന്തെങ്കിലും എതിർപ്പോ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഞാൻ 10 വർഷം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇരുന്ന് ഇതിൻ്റെ എല്ലാ 2 വശങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്നെ ഈ കൈരളി ചാനലിൽ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ പരിപാടിക്ക് വിളിക്കരുത്. അന്നൊക്കെ ഞാൻ കൈരളി ചാനൽ പരിപാടിക്ക് പോയിരുന്നു. ആ രീതിയിലുള്ള ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്. പിള്ളേർ എൻ്റെ കൂടെ വരുന്നതിനെ എതിർത്തിട്ടുണ്ട്. അവർ യു ക്യാൻ അസ്യൂം ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്കെതിരെ അവർ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കെതിരെ എടുത്തിട്ടുണ്ട്. എത്ര കുട്ടികൾ? മക്കൾ 3 പേര് പഠിക്കുവാണോ? മകനാണ് മൂത്തത്, അവൻ MA ലിറ്ററേച്ചർ ലാസ്റ്റ് സെമസ്റ്ററാണ്. പിന്നെ താഴെയുള്ള ട്വിൻസാണ്, പെൺകുട്ടികളാണ്. ഒരാൾ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, എൻജിനീയറിംഗ് കഴിഞ്ഞു. വേറെ ആൾ BSc കഴിഞ്ഞിട്ട് ഇപ്പം MBA കോഴ്സ് ചെയ്യും. ഭാര്യയ്ക്ക് മക്കൾക്ക് വല്ല വിശ്വാസമുണ്ടോ? ആർക്കും ഇല്ല. ആർക്കും വിശ്വാസമില്ല. ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു, തുടക്കത്തിലുണ്ടായിരുന്നു. അമ്മയ്ക്കോ? എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്കുണ്ടായിരുന്നു? അമ്മ വിശ്വാസിയായിരുന്നു? അമ്മ വിശ്വാസിയായിരുന്നു. പക്ഷെ അമ്മയാണ് ശരിക്കും എൻ്റെ ഇതിനെ കാര്യം. അമ്മ അവസാന ഘട്ടത്തിലായപ്പം ഈ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അവസാന ഘട്ടമായപ്പോൾ അതുവരെ എനിക്ക് അത് വാങ്ങിച്ചുണ്ടോ ഇത് വാങ്ങിച്ചുണ്ടോ വഴിപാട് പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു,
ഇതൊന്നും വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യമില്ല എന്നുള്ള ആ ഒരു പറഞ്ഞ ഒരു അവസ്ഥ, ഒരു വിശ്വാസിയുടെ ഈ ഭക്തിയുടെ ഒരു പാരമ്യതയിൽ എത്തിച്ചേരുന്ന ചില തിരിച്ചറിവുകളും തീർച്ചപ്പെടുത്തലുകളും ഉണ്ട്. അത് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. കല്യാണം സമയത്ത് യുക്തിവാദി തന്നെയാണോ? യുക്തിവാദി ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ 39ാമത്തെ വയസ്സിലാണ് ശരിക്കും ആക്ടിവിസം തുടങ്ങുന്നത്. ഐ മാരിഡ് ഇൻ ദ ഏജ് ഓഫ് 29. ഞാൻ ഈ ഒരു മതവും ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറേ ഇല്ലായിരുന്നു. ഇപ്പോൾ മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് ആഗ്രഹം? ബോഡിയുടെ കാര്യത്തിൽ ബോഡി എങ്ങനെയാണ്? ബോഡി ആക്ച്വലി നമ്മൾ മ്യൂട്ടിലേഷനും പിന്നെ രോഗങ്ങളും മറ്റു പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാം. ഇപ്പോൾ അച്ഛൻ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ബോഡിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് സ്വീകരിച്ചില്ലായിരുന്നു. അച്ഛനും ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരൻ പ്ലസ് വിശ്വാസിയൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം മരിക്കുന്ന സമയത്തൊക്കെ ആയപ്പോഴത്തെ പൂർണ്ണമായ അവിശ്വാസിയാണ് പുള്ളി. മതരഹിതമായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ മതരഹിതമായി എവിടെ എല്ലാവരെയും അടക്കുന്ന പോലെ അടക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു അപകടത്തിലൊക്കെ പെട്ടു കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം, ബേസിക്കലി ഐ വുഡ് ലൈക്ക് ബോഡി ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.